നമസ്കാരം. എറണാകുളത്ത് നിന്നും ബീഹാറിലെ ബറൗണിയിലേക്ക് പോകുന്ന റാപ്തി സാഗർ എക്സ്പ്രസിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഈ ട്രെയിനിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പം ഉത്തർപ്രദേശിലെ പുക്രയാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം രാവിലെ 6:53. ഇവിടെ നിന്ന് 58 കിലോമീറ്റർ ആണ് കാൺപൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ട്രെയിൻ ഇപ്പൊ വലിയ ഡിലേ ഒന്നുമില്ല കേട്ടോ. ഇംഗ്ലീഷിൽ പൊക്രയാൻ എന്നാണ്, പക്ഷെ ആ ഹിന്ദിയിൽ വായിക്കുമ്പോൾ കണ്ടോ പുക്രയാൻ, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഇവിടുന്ന് ഈ ട്രെയിനിൽ അധികം ആൾക്കാരൊന്നും കയറാനുണ്ടായിരുന്നില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്, B1 റാപ്തി സാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ട്രെയിൻ നമ്പറൊക്കെ ഇവിടെ കൊടുത്തത് കാണാം. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. B1 കോച്ചിലേക്ക് ഇനി നമുക്ക് കയറാം. 35-38 ആണ് നമ്മുടെ ബർത്ത്. ഇതാ ഈ 2 അപ്പർ ബർത്താണ്. പിന്നെ ഇവരോടൊക്കെ നമ്മൾ യാത്ര പറയേണ്ട സമയമായി. ഇവരിനിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുവാണ്. ആകെ 3 ദിവസമേ ഞങ്ങള് യാത്ര ചെയ്തുള്ളൂ, പക്ഷെ 1 മാസം യാത്ര ചെയ്തൊരു ഫീൽ അല്ലേ. അതുപോലെ തന്നെ ഒരാളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, നമ്മുടെ ചേട്ടൻ പേര് പറഞ്ഞോ, സാഹുൽ. പിന്നെ ബാക്കി എല്ലാവരും പേരും നേരത്തെ അറിയാം. 2 അഭിലാഷ് സാറുണ്ട്, പിന്നെ നമ്മുടെ ആകാശ് സാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇരിക്കുന്ന ശ്രീജിത്ത് സാറുണ്ട്. അപ്പോൾ ഇവര് എന്താ പറയാ, അടുത്ത സ്റ്റോപ്പായ കാൺപൂർ ഇറങ്ങും. അപ്പം അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങളാണ് ഇവർ പോകുന്നത്. ഇപ്പം ഈ ട്രെയിൻ യാത്രയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവമൊക്കെ? യാത്ര പറയാ, നിങ്ങളെ കൂടെ തന്നെ പരിചയപ്പെട്ടിട്ട് തന്നെ എന്താ പറയാ, ഭയങ്കര ഒരു എനർജിയാണ്. അല്ല, നിങ്ങളെ ഇനിയിപ്പോ ഇവിടുന്ന് വിട്ട് പിരിയേണ്ട ഒരു വിഷമം എന്തായാലും ഉണ്ട് കേട്ടാ, പ്രത്യേകിച്ച് ഈ സാറിനൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞേ, ട്രെയിൻ യാത്രയോട് ഞാൻ കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാല് നിങ്ങളെ രണ്ടുപേരെയും പരിചയപ്പെടാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഈ ട്രെയിൻ യാത്രയിലെ ഏറ്റവും ഒരു ഇതായിട്ട് പറയണത്, നിങ്ങളെ പരിചയപ്പെടാൻ പറ്റി. അല്ല, നമ്മൾ ഇതുവരെ എറണാകുളത്ത് നിന്ന് വിട്ടതിന് ശേഷം നല്ല അല്ലേ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ജോളിയായിട്ട് അല്ലേ സമയത്ത് ഉണ്ടായ ഒരു ഇതല്ല ഇപ്പൊ ഇറങ്ങുന്ന സമയത്ത് നല്ല വിഷമം. വേറെ ഞങ്ങള് രണ്ടുപേരെയും കുറിച്ച് സ്പെഷ്യലായിട്ട് പിന്നെന്താ പറയാനുള്ളത്, നിങ്ങളെ മിസ് ചെയ്യുന്ന ഭയങ്കര ഇതാണ്. അനിയന്മാരാണ് രണ്ടുപേരും. ഒരു 2 അനിയന്മാരെ കിട്ടിയ ഫീലാണ് എനിക്ക്. ട്രെയിൻ ഇപ്പൊ കാൺപൂരിലെത്തിയിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകൾ കാണാം. വീടുകളൊക്കെ കൂടുതലും ഷീറ്റൊക്കെ ഇട്ടതാണ്. വളരെ ചെറിയൊരു നിർമ്മിതി എന്ന് പറയാം. ഇവിടെ ഇപ്പൊ വെയിലൊന്നുമില്ല, ഒരു മൂടപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു തേജസ് രാജധാനി തന്നെയാണ്. മിക്കവാറും അത് ഡൽഹിയിൽ നിന്ന് ഭുവനേശ്വറിലേക്കുള്ള തേജസ് രാജധാനി ആവാനാണ് സാധ്യത. ഭുവനേശ്വർ ന്യൂഡൽഹി 3.5 മണിക്കൂർ ഇതിപ്പോ ഡിലേ ആയിട്ടാണുള്ളത്. അതിതാണ് കാൺപൂർ സെൻട്രൽ. അപ്പോൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ്. കാണാട്ടാ, എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാം. എല്ലാവരോടും യാത്ര പറയുമ്പോൾ വളരെയധികം വിഷമമാണ്. ഓട്ടാ, അടിപൊളിയായിട്ട് പോയിട്ടാ. ഈ ചേട്ടനാണ് നമ്മൾ ആദ്യം കണ്ടത് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നത് ആ ചേട്ടനാണ്. അതെ അതെ. എന്നാ പിന്നെ ഓക്കെ, എന്നാല് ഓക്കെ 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 കേട്ടോ കേട്ടോ. ഒരുപാട് വിഷമമുണ്ട്. കാരണം എറണാകുളം മുതൽ ഇവിടെ വരെ ഒരുമിച്ച് യാത്ര ചെയ്തവരാണല്ലോ. ഭക്ഷണമൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിരുന്നു നമ്മുടെ ഈ ഒരു യാത്രയിൽ. ഇനിയിപ്പോൾ അവരുടെ ഒരു ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഈ കാൺപൂരിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇന്ത്യയിലാകെ 5 സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ തന്നെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ കാൺപൂർ സെൻട്രൽ വരുന്നത്. ബാക്കി വരുന്നത് മുംബൈ സെൻട്രൽ വരുന്നത്. പിന്നെ ബാക്കി ഒരു 3 വരുന്നുണ്ടല്ലോ.
ഈ 5 എണ്ണത്തിൽ ആ 3 എണ്ണം ഉള്ളത് നമ്മുടെ സദേൺ റെയിൽവേന്റെ കീഴിലാണ്. അതായത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം സെൻട്രൽ, തമിഴ്നാട്ടിലെ MGR ചെന്നൈ സെൻട്രൽ, പിന്നെ വരുന്നത് നമ്മുടെ കർണാടകയിലെ മംഗളൂരു സെൻട്രൽ. 8:10 കാൺപൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. വലിയൊരു സ്റ്റേഷൻ തന്നെയാണിത്. ഇനിയിപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ ഉള്ളത് ലക്നൌവിലെ ഐഷ്ബാഗ്. ഈ നമ്മുടെ കോച്ചിൻ്റെ അകത്ത് ഈ വിൻഡോ ഒന്നും ക്ലിയർ ഇല്ല, മുഴുവനും അഴുക്ക് പിടിച്ചിട്ടാണ് ഉള്ളത്. നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട്. ഇത് ഗംഗാ നദിയാണേ, വെറുതെ അല്ല ഇത്രയും വെള്ളം. ഈ പാലം പകുതിക്കുന്ന കട്ടാണ്. അത് പഴയ പാലാണെന്നാ തോന്നുന്നത്. കാൺപൂർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഗംഗാ നദി. 9:56 ട്രെയിൻ ഇപ്പോൾ ലക്നൌവിലെ ഐഷ്ബാഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ വന്നത്. ഇവിടെ 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഇപ്പോൾ എല്ലാ കോച്ചിലേക്കും ഒരുപാട് RPF ഉദ്യോഗസ്ഥർ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോച്ചിലേക്കും 5 ആൾക്കാർ വീതം ഓരോരോ കോച്ചിലേക്കും. എന്താണെന്ന് അറിയില്ല. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിന്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ലക്നൌവിലേക്ക് ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കാൺപൂരേക്കായാലും ലക്നൌവിലേക്കായാലും ഗോരഖ്പൂരേക്കായാലും വരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് 2 ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ തിരുവനന്തപുരം നോർത്ത്, അതായത് കൊച്ചുവേളിയിൽ നിന്ന് ആഴ്ചയിൽ 3 ദിവസം ഗോരഖ്പൂരിലേക്ക് പോകുന്ന രാപ്തി സാഗർ എക്സ്പ്രസ് സെയിം പേര് തന്നെ ഓടുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വെള്ളിയാഴ്ച പുറപ്പെടുന്ന ഈ ഒരു ബറോണി രപ്തി സാഗർ. പിന്നെ അതുപോലെ തന്നെ ഈ ലക്നൌ തന്നെ 2 റെയിൽവേ സോണുകളുണ്ട്. ഇതൊക്കെ വരുന്ന ഐഷ്ബാഗും അതൊക്കെ വരുന്നത് പറഞ്ഞു നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണാണ്. അതുപോലെ തന്നെ ഇവിടെ നോർത്തേൺ റെയിൽവേ വരുന്നുണ്ട്. അപ്പം ലക്നൌ തന്നെ വേറെ 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടി ഉണ്ട്. ലക്നൌ ചാർബാഗ്, അവിടെ അതൊക്കെ വരുന്നത് നോർത്തേൺ റെയിൽവേ ആണ്. പിന്നെ വരുന്നത് ലക്നൌ ജംഗ്ഷൻ NER എന്ന് പറയും. 2 സോണുകളും വളരെ അധികം അടുത്താണ് വരുന്നത്. ഇപ്പം നല്ല വെയിൽ വന്നു തുടങ്ങി കേട്ടോ. ഭാഗത്തേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് മാത്രമല്ല കാൺപൂരിൽ നിന്നും ഉണ്ടായിരുന്നു. 10:05 ഐഷ്ബാഗിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഈ ട്രെയിനിന്റെ വാഷേരിന്റെ ഇവിടെയൊക്കെ കണ്ട തമ്പാകൊക്കെ വെച്ച് ഇവിടെ തുപ്പി ആകെ വൃത്തികേടാക്കിയിട്ടാണുള്ളത്. ഇവിടെയുള്ള വീടുകളൊക്കെ ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ ഒരു വീടിന്റെ ചുമരില്ലേ, അതിവര് തേക്കൂല, അവര് കട്ടയൊക്കെ ഇങ്ങനെ എടുത്ത് കാണും. പക്ഷെ എല്ലാം അങ്ങനല്ല, ചിലതിനൊക്കെ തേച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കിത് പുതിയതായിട്ട് നിർമ്മിച്ചതാകാം, ചിലപ്പോൾ കൂട്ടിയെടുത്തതാകാം. ലക്നൗ സിറ്റി സ്റ്റേഷനാണിത്. വീടുകളൊക്കെ നമുക്ക് കാണാം ഇവിടെ. ഇവിടെയൊക്കെ ഷീറ്റാണിതാ.
10 മണി കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഈ ട്രെയിനിൽ പാൻട്രി ഒക്കെ ഉണ്ട്. ഈ പാൻട്രിയിൽ നിന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചു വെച്ചില്ല, കാരണം അത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വിടുമ്പോൾ തന്നെ പറഞ്ഞാണ് ട്രെയിനിലത്തെ പാൻട്രിത്തെ ഫുഡ് ഞങ്ങൾ പാടെ ഒഴിവാക്കിയെന്ന്. പിന്നെ ഇതിൽ ഇന്ന് രാവിലെ സമൂസ, പക്കോട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്, ബ്രെഡ് ഓംലെറ്റ് അതൊക്കെയാണ്. ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഇതാ കഴിക്കാൻ ഇവിടെ കേക്കുണ്ട്, പഴമുണ്ട്, പിന്നെ ഒരുപാട് ബേക്കറികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഉച്ചക്കാണെങ്കിലും ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എല്ലാം ബുക്കൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഗോരഖ്പൂരൊക്കെ എത്തുമ്പം ഓൺലൈൻ വഴി ഫുഡ് ബുക്ക് ചെയ്യാൻ നോക്കാം അല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് നോക്കുന്ന സ്ഥലങ്ങൾ ഇപ്പൊ ബാറാബങ്കി, ഗോണ്ട വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു വലിയ സ്റ്റേഷൻ എന്ന് പറയാൻ എടുത്തു പറയാൻ ഗോരഖ്പൂർ മാത്രമേ ഉള്ളൂ. അപ്പം വൈകുന്നേരം 4 മണിയാണ് അവിടെ എത്തേണ്ടത്. അതിനുശേഷം രാത്രിക്കത്തെ ഫുഡും മിക്കവാറും ഗോരഖ്പൂരിൽ തന്നെ ഞങ്ങൾ വാങ്ങി പോകും. കാരണം പിന്നെ ബീഹാർ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫുഡിന്റെ അവൈലബിലിറ്റി ഒക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. 11:06 ട്രെയിൻ ഇപ്പോൾ ബാറാബങ്കി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അണ്ടർസേർഡിൽ കയറാൻ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടുന്ന്. കച്ചവടക്കാരുണ്ട് ഒരുപാട്. കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഈ എറണാകുളം ബറൗണി റാപ്തിസാഗർ എക്സ്പ്രസിൽ കയറി ഇവിടെ ബാറാബങ്കിയിൽ ഇറങ്ങാം. ഇവിടുന്ന് 100 കിലോമീറ്ററേ ഉള്ളൂ അയോധ്യയിലേക്ക്. അതുപോലെ തന്നെ അയോധ്യയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂടി നമ്മൾ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ആ സ്റ്റേഷന്റെ പേര് മംഗാപൂർ എന്നാണ്. അതായത് ഈ ബാറാബങ്കി കഴിഞ്ഞിട്ട് ഗോണ്ട കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റേഷൻ വരുന്നത്. അവിടുന്ന് 44 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ മനു പറഞ്ഞ പോലെ 100 കിലോമീറ്റർ ഇവിടുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ ബാറാബങ്കിയിൽ നിന്ന് മംഗാപൂരിലേക്ക് ഏകദേശം ഒരു 120 കിലോമീറ്റർ ഉണ്ട്. അപ്പം അവിടുന്ന് 44 എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. ഇവിടെ സ്റ്റേഷന്റെ കുറച്ച് വർക്കുകളൊക്കെ കാണുന്നുണ്ട്. ഗഗ്ര റിവർ, വലിയൊരു നദിയാണ് കേട്ടോ ഇത്. ഇവിടെ ചുഴിയൊക്കെ വന്നിട്ടുണ്ടാവും. പന്ത്രണ്ട് 52 ട്രെയിൻ ഇപ്പോൾ ഗോണ്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 5 മിനിറ്റ് ആയിരുന്നു സ്റ്റോപ്പ് ഉണ്ടായത്. ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 3ാമത്തെ ദിവസമായല്ലോ. എങ്ങനെയുണ്ട് ഈ ട്രെയിനിലത്തെ യാത്ര? ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് 5 ട്രെയിനുകൾ പോകുന്നുണ്ട്. അതിൽ 2 എന്ന് പറഞ്ഞാൽ ബീഹാർ വഴി കടന്നു പോകുന്ന ട്രെയിനുകൾ മാത്രമാണ്. അതായത് സിൽച്ചറിലേക്ക് പോകുന്ന അർണോയും
നമ്മുടെ ദിബ്രുഗഡിലേക്ക് പോകുന്നത് വിവേകും. ബാക്കി കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബീഹാർ വരെ എൻ്റെ വരെ പോകുന്നത് 3 ട്രെയിനുകളാണ്. അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന രാപ്തി സാഗർ എക്സ്പ്രസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി വരുന്നത് പട്നയിലേക്ക് ആഴ്ചയിൽ 2 ദിവസമുള്ള ഒരു വണ്ടിയുണ്ട്. അത് അസൻസോൾ വഴി പോകുന്ന വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ വാരണാസി വഴി ജബൽപൂർ വഴി പോകുന്നവർ ആഴ്ചയിൽ ഒരു ദിവസമുള്ള മറ്റൊരു വണ്ടിയും കൂടി ഉണ്ട്. ഞങ്ങൾ അതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അസൻസോൾ വഴിയുള്ള ട്രെയിനിൽ ഇതുവരെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. അതിലെപ്പോഴും തിരക്കാണ്. നമ്മുടെ ഇതിൽ 1ാമത്തെ പാട്ടിലും 2ാമത്തെ പാട്ടിലും സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ പോയിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഭയങ്കര തിരക്കാണ്. നിന്ന് തിരിയാൻ സാരമില്ല. വെയിറ്റേഴ്സ് ടിക്കറ്റും ജനറൽ ടിക്കറ്റൊക്കെ കയറി വന്നിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. അതിലത്തെ ഒരു കാര്യം AC പിന്നെ കുറച്ച് ഒപ്പിക്കാന്ന് പറയാം. ഇനി അടുത്ത സ്റ്റോപ്പ് ഇനി മംഗാപൂരാണ്. ഇവിടെ ട്രെയിൻ ആക്സിഡന്റ് ആയതാണ്. ഇതാ കോച്ചുകളൊക്കെ കാണുന്നില്ലേ? ഒരുപാട് കോച്ചുകളുണ്ടായിരുന്നു. ട്രെയിൻ ഇപ്പോൾ മംഗാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് 44 കിലോമീറ്ററാണ് അയോധ്യയിലേക്ക്. ഇവിടുന്ന് തന്നെ ഒരുപാട് ട്രെയിനുകൾ അയോധ്യയിലേക്ക് അവൈലബിൾ ആണ്. ലോക്കൽ ട്രെയിനൊക്കെ കിട്ടും. 2 മണിയായി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ആപ്പിളുണ്ട്, പഴമുണ്ട്, ചിപ്സ് ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഒരാഴ്ച കഴിക്കേണ്ട ഇതുപോലുള്ള ബേക്കറി ഐറ്റംസും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബീഹാർ യാത്രയൊക്കെയാണ്. ബീഹാറിൽ ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉച്ചയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇത് കഴിക്കാം. നമ്മുടെ സീറ്റിൻ്റെ താഴെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരനില്ലേ, ഗോണ്ടേന്ന് കയറിയതാണ്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കയറിയ ആളാണ്. സംഭവം എന്ന് വെച്ചാൽ ഒച്ചത്തിൽ പാട്ട് വെക്കും. ഈ നമ്മുടെ UP ബീഹാറൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇവർ ഹെഡ്സെറ്റ് വെക്കൂല. നമ്മൾ അടുത്ത സഹയാത്രക്കാരുടെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒച്ചത്തിൽ പാട്ട് വെക്കും. നമ്മളെന്ത് പോയി പറഞ്ഞാൽ പിന്നെ അവർ ഒച്ച കൂട്ടാനേ പോവുള്ളൂ. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ TT ഒന്നും ഇല്ല കേട്ടോ. ഇതേപോലെ ഒരുപാട് ആൾക്കാർ ജനറൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ഖലീലാബാദ് എന്ന സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ട്രെയിനിൻ്റെ അകത്തുള്ള ഒരു കാഴ്ച കാണിച്ചില്ലേ? ഈ പാട്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഫുൾ വോളിയത്തിൽ വെക്കും. ഹെഡ്സെറ്റോ അങ്ങനെ ഒന്നും തന്നെ വെക്കൂല. ഇനിയിപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ തന്നെ ഒരു നോക്കി പേടിപ്പിക്കലാണ്. അതങ്ങനെ ഒരു അനുഭവം നേരിട്ടുള്ളവരുണ്ടെന്ന് പറയട്ടോ. ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് ഈ AC-യിലേക്ക് കയറുന്നുണ്ട്. TT ഒക്കെ വന്ന് അവരെ മൈൻഡാക്കാതെ പോവുകയാണ്. ഇതിനൊക്കെ എപ്പോൾ ഒരു മാറ്റം വരുമല്ലേ? എന്ന് നന്നാവൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട് മാറി വേറെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ പേര് റാപ്തി സാഗർ എന്നാണല്ലോ. കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞാണ്. സാഗർ എന്ന് പറഞ്ഞാൽ അറബിക്കടലിനോട് ചേർന്ന നമ്മുടെ തിരുവനന്തപുരം കൊച്ചി ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. റാപ്തി എന്ന് പറഞ്ഞാൽ ഗോരഖ്പൂരിനടുത്ത് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ പേരാണ് ഈ പറഞ്ഞ ട്രെയിൻ കിട്ടിയത്. ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഗോരഖ്പൂർ എത്തുന്നതിന് മുന്നേ 17 കിലോമീറ്റർ മുന്നെയാണ് നദി ഉള്ളത്, റാപ്തി നദി. ട്രെയിൻ ഇപ്പോൾ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോവൊന്നും അറിയില്ല. ഇവിടെ തന്നെ ആയാൽ മതിയായിരുന്നു. 3:45 ട്രെയിൻ അങ്ങനെ എത്തി. ഇത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഗോരഖ്പൂരിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്കുള്ള റാപ്തി സാഗറിന് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഓർഡർ ചെയ്ത ഭക്ഷണം ഇതാ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഓൺലൈൻ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഈ ഗോരഖ്പൂർ ജംഗ്ഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ നീളമേറിയ 2ാമതുള്ള പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തൊക്കെ വരുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. 1366 മീറ്ററാണ് ഗോരഖ്പൂരിൻ്റെ പ്ലാറ്റ്ഫോമിന് നീളം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന രാപ്തി സാഗർ എക്സ്പ്രസിൻ്റെ വേറൊരു ഹിസ്റ്ററി കൂടി ഉണ്ട്. ഞാൻ 1ാമത്തെ പാട്ടിൽ പറഞ്ഞാണ് 1900
84 സമയത്താണ് ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. അന്ന സമയത്ത് കൊച്ചിൻ ഹാർബർ ടെർമിനസിൽ നിന്ന് ഇവിടെ ഗോരഖ്പൂർ വരെയാണ് സർവീസ് ഉണ്ടായത്. അതുപോലെ തന്നെ 1996 സമയത്താണ് ഗോരഖ്പൂരിൽ നിന്ന് ആഴ്ചയിൽ ആ സമയത്ത് 4 ദിവസം സർവീസ് ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഒരു സർവീസ് ബറോണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണമില്ലേ ഒരു 6 മണി ആ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട്, പക്ഷേ അവൈലബിൾ ഉള്ളത് ഇവിടെ മാത്രമേ നല്ലോണം കണ്ടു. പിന്നെ ഇവിടെ തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ പുറത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്. 3:56 ഗോരഖ്പൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇതാണ് ആ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം, ഇതങ്ങ് അവിടെ വരെ ഉണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രെയിനായാലും ഗോരഖ്പൂർ വന്നിട്ട് ഇവിടുന്ന് 98 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബോർഡറായ സൊനൗലിയിലെത്താം. ഇവിടുന്ന് ഒരുപാട് ബസ്സൊക്കെ കിട്ടും. ദർഭംഗ, നൈദില്ലി. ഇത് ബീഹാർ സമ്പർക്രാന്തി ആണോ എന്നൊരു സംശയം. അത് തന്നെ ആവാനായിരുന്നു സാധ്യത. എൻ്റെ സ്ലീപ്പർ ക്ലാസ്സൊക്കെ കണ്ട. ഒരു അലമ്പ് വണ്ടിയാണ് ഇതൊക്കെ. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയേ. ഇവിടുത്തെ എല്ലാം തിരക്ക് കണ്ട, എന്തൊരു ജനസംഖ്യയാണ്. ഏതൊക്കെയോ ട്രെയിൻ ഇപ്പോൾ വരാനുണ്ട്. സമയം ഇപ്പം 7 മണിയാവാനായേ. സിവാൻ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. അതായത് ബീഹാറിലേക്കൊക്കെ നമ്മൾ കയറി. നേരത്തെ ഗോരഖ്പൂരിന് ശേഷം ഒരു പുള്ളിക്കാരൻ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് ഈ 3rd AC നമ്മുടെ ബെർത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയുണ്ടായി. അതായത് നമ്മുടെ ആ ഒരു ലോവർ ബെർത്തിൻ്റെ അവിടെ ഇരിക്കുകയുണ്ടായി. ആ സമയത്ത് നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചോദിക്കേണ്ടായത്. ട്രെയിൻ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്. അതായത് നമ്മുടെ മതം ചോദിക്കുക, നിങ്ങൾ ഏത് മതമാണ്, അതുപോലെ തന്നെ മതത്തിൽ ഏത് ജാതിയാണ്, പേര് ചോദിച്ചു. ആദ്യം എൻ്റെ പേര് മനുരാജ് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അത്ര ഒരിതൊന്നും തോന്നിയില്ല. പക്ഷേ ഇവൻ്റെ പേര് നവീൻ എന്ന് കേൾക്കുമ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഏത് മതത്തിലാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യവും വരുന്നു. ഒരുമാതിരി നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് എനിക്കെന്നെ ഒരു ഇതുണ്ടാവില്ല. കാരണം ഇതിപ്പോൾ അവരെ നാടാണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരെത്രത്തോളം ആൾക്കാരുണ്ട്, അവരെ കുറച്ച് ഗ്യാങ്ങൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും വർത്താനമൊന്നും അധികം അങ്ങോട്ട് പറയാനാവാതെ, അതായത് മോളി കേക്കലല്ലേ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞില്ല അങ്ങനെയല്ല. അത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ നമ്മൾ കോമൺ ആയിട്ട് എവിടത്തേക്കാണ് പോകുന്നത്, അബറോണി അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രൊഫഷനൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് വരുന്നത്. വ്ളോഗറാണ്, യൂട്യൂബിലെ കാര്യങ്ങളാണ് പുള്ളിക്ക്. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടുന്ന അറിയുന്നത്, അതൊക്കെ കോമൺ കാര്യങ്ങളാണ്. ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ലി ആവണല്ലോ, അപ്പോൾ അങ്ങനെ പോലും. പക്ഷെ പുള്ളി പറഞ്ഞു പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. പുള്ളിക്കാരൻ ഒരു കോൺഗ്രസ് ഐഡിയോളജിയിലെ ഒരു സബ്ജക്റ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു കോൺഗ്രസ് ഐഡിയോളജിയിലെ ഒരു വ്യക്തിയാണ്. അപ്പം കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് ഞങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു. അത് നല്ല കാര്യമാണ്, കുഴപ്പമില്ല, അതൊക്കെ പുള്ളിക്കാരൻ്റെ കാര്യമാണ്. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയം ചോദിച്ചു, ഞങ്ങളത് പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യം വരുന്നില്ല. കാരണം ഇവിടെ ഈ നമ്മുടെ നോർത്ത് ഭാഗത്ത് വന്ന് രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകും, വെറുതെ തല്ലുവാങ്ങേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തിലേക്ക് കടന്നത്. എൻ്റെ പേരാണ് പുള്ളിക്കാരന് എന്തോ കേട്ടപ്പം പിടിക്കാത്തത്. നീ ഏതാണ് മതം ചോദിക്കാൻ തുടങ്ങിയത്. കാരണം ആദ്യം എൻ്റെ പേരാണ് പറഞ്ഞത്, അങ്ങനെയാണ് വന്നത്. പിന്നീട് പറഞ്ഞു, പിന്നെ അതിന് ശേഷം പോയി എന്താ പറയാ, നിങ്ങളുടെ ജാതി ചോദിച്ചു, നിങ്ങളുടെ കേരളത്തിൽ എങ്ങനെ ഹൈ കാസ്റ്റ് ഏതാണ്, അങ്ങനെ പുള്ളിക്കാരൻ മറ്റേ ക്ഷത്രിയന്റെ കാര്യം, അത് ബ്രാഹ്മണനും അത് ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. എന്ത് മനുഷ്യനാണെന്നറിയാം. പിന്നെ ഞങ്ങളോട് ചോദിച്ചത് ഫുഡിന്റെ കാര്യമാണ്. ഫുഡ് എന്ന് വെച്ചാൽ ആ രീതി നിങ്ങൾ നോൺ വെജ് ആണ്, ആ ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതായത് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ച് മറ്റേതൊക്കെ ചോദിച്ച് വരാനില്ല. ഞങ്ങൾ ഒറ്റയടിക്കണോ ഞങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്ന്.
പിന്നെ പുള്ളി ഒന്നും മിണ്ടിയില്ല. പിന്നെ മനു പിന്നെ പുള്ളി കുറേ നേരം നോക്കി അല്ലേ. ഈ ജാതി സ്പിരിറ്റ് വല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തുണ്ട്. അയാളുടെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് അടി കിട്ടി ചോദിച്ചാ പോരെ അല്ലേ. ജാതിപരമായിട്ട് കുറച്ച് റെയർ കേസൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ പബ്ലിക്കായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഉറപ്പ് നമ്മൾ പ്രതികരിക്കും, അടി കിട്ടുന്ന ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇവിടെ തെമ്മാടിത്തരാ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ചെയ്യാൻ പറ്റില്ല. എന്ത് ഞാനിപ്പം എങ്ങനെ രണ്ടുപേരും കിടക്കും, നമ്മളെ ആരെ ആക്രമിക്കും ഒന്നും പറയാൻ പറ്റില്ല. ബീഹാറിൽ ഓൾറെഡി വണ്ടി എത്തുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഈ രാഷ്ട്രീയമൊന്നും അല്ല, ഈ അന്ധമായുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഈ പറയുന്ന ഭാഗത്ത് എല്ലായിടത്തും ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ ബീഹാറിലെ ചപ്ര ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 7:15 എത്തി, 7:25 എടുക്കേണ്ടതാണ് ട്രെയിൻ. 7:08 ആകുമ്പോഴേ വണ്ടി എത്തി, അതായത് ബിഫോർ ടൈമിനെ എത്തി. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് കണ്ട ഗംഗാ നദിയും ഗഗ്ര നദിയൊക്കെ ഇല്ലേ, അതൊക്കെ സംഗമിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതൊരു വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ രാത്രിക്ക് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതാ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഗോരഖ്പൂരിൽ തന്നെ ഭക്ഷണം വാങ്ങിയതുകൊണ്ട് പിന്നെ ഇവിടുന്ന് വേറെ വാങ്ങിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിച്ചത് ഇതാണ്, 4 ബട്ടർ റൊട്ടിയും 4 പ്ലെയിൻ റൊട്ടിയും. ട്രെയിന് ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരു കറികളും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങിച്ചില്ല. പലരും വിചാരിക്കും ഇതെങ്ങനെ വെറുതെ തിന്നും, അങ്ങനെയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും, അതായത് ഈ ഗ്രേവിയിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരുമല്ലോ, എല്ലാവർക്കും അത് പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാടെ അത് ഒഴിവാക്കിയത്. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും ഹോട്ടലെത്തി നല്ല ഫുഡ് എന്തായാലും വാങ്ങിച്ചു കഴിക്കും. അപ്പോൾ ട്രെയിന് കഴിഞ്ഞ ദിവസം ഇതേപോലെയുള്ള റൊട്ടീനാണ് വാങ്ങിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ട്രെയിനിൽ ഭയങ്കര പ്രശ്നമാണ്, ഒരാൾ മദ്യപിച്ചിട്ട് ഭയങ്കര പ്രശ്നമാക്കിയാണ്. 8:20 ട്രെയിൻ ഇപ്പോൾ സോൻപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെയും ട്രെയിൻ എത്തിയത് ബിഫോർ ടൈമിങ്ങിനാണ്. ഈ ട്രെയിനിന് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. ഈ സ്ലാക്ക് ടൈം ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ബറോണിയിൽ എത്തുമായിരുന്നു. തീർച്ചയായും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ടില്ലേ ആ ട്രെയിനകത്ത് കുറച്ച് ഒച്ചപ്പാടുമ്പോഴൊക്കെ കുറേ ആൾക്കാർ വെള്ളമൊക്കെ അടിച്ച് ഇതിലെ കൂടെ നടക്കുന്നുണ്ട്. ബീഹാറികളൊക്കെ ആണെന്ന് തന്നെ പറയാം. പിന്നെ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ എന്താ പറയാ, അവരെന്താ നമുക്കൊന്നും പ്രതികരിക്കാൻ പോകാൻ പറ്റില്ല കേട്ടോ. റെയിൽവേ ഉദ്യോഗസ്ഥരും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാലോ, പണ്ട് പട്ടണ വണ്ടിക്ക് ഒരു TT മുന്തി താഴെ കിട്ടത്. ട്രെയിൻ ഇപ്പോൾ ഹാജിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ദിബ്രുഗഡ് ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് കേൾക്കാം. അത് അങ്ങനെ വരുന്നുണ്ട്. പട്നയിലേക്ക് പോകണമെങ്കിൽ ഇവിടെയും ഇറങ്ങാം. സമയം 9:30. ട്രെയിൻ ഇപ്പോൾ മുസാഫർപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം സീതാമതി വഴി, അതായത് നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറായ റക്സൌളിലേക്ക് ഒരു റൂട്ടുണ്ട്. 130 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഈ ബീഹാറിലെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നല്ല ജനസംഖ്യയാണ്, നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് റാപ്തി സാഗർ എക്സ്പ്രസിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ നിലവിലോടുന്ന 9ാമത്തെ ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനാണിത്. ഇനി അടുത്ത സ്റ്റോപ്പിന് സമസ്തിപൂര്. 10:28 സമയം. ഇപ്പം സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററും കൂടെ ദൂരമുള്ളൂ. 10:29 ആകുമ്പം ട്രെയിൻ എത്തി. 10:34 ആകുമ്പം പുറപ്പെടുന്ന ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ, അതായത് ട്രെയിൻ എത്തേണ്ടത് 10:40 എത്തി, 10:45 പുറപ്പെടേണ്ടത്. ഒരു കാരണവശാലും നേരത്തെ ട്രെയിൻ പുറപ്പെടില്ല. ആ വണ്ടീൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ടൈമില്ലേ, അതിൽ മാത്രമേ പുറപ്പെടുള്ളൂ. 10:42 ട്രെയിൻ ഇപ്പോൾ സമസ്തിപൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇവിടെ 5 മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് മറ്റൊരു റൂട്ടുണ്ട്, ദർഭംഗ വഴി നേരെ ജയനഗറിലേക്ക്. അതൊരു ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. ഇവിടുന്ന് 100 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഇവിടെ മറ്റൊരു ട്രെയിനൊക്കെ ഉണ്ട്. അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള ബറൗണി. 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും എത്തും. സമസ്തിപൂരിൽ വണ്ടി എത്തുമ്പോൾ തന്നെ ഇതാ വണ്ടി ആൾമോസ്റ്റ് എം ടി ആയി. ഇനിയിപ്പോൾ ഇതിലാകെ ഒരു 5 ആൾക്കാർ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ ട്രെയിനിന്റെ ഒരു വൃത്തി ഏകദേശം പറയുവാണെങ്കിൽ? വൃത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ടോയ്ലറ്റ് ആയാലും ഇടക്ക് ഈ പറഞ്ഞ മെയിൻ സ്റ്റേഷൻ വിജയവാഡ, നാഗ്പൂരൊക്കെ ഇറ്റാസൊക്കെ എത്തുന്ന സമയത്ത് ഇവര് ക്ലീൻ ചെയ്യുന്നുണ്ട്.
പക്ഷെ അങ്ങനെ ഗുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ആവറേജ് എന്ന് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, അറണോയ് എക്സ്പ്രസിലും വിവേക് എക്സ്പ്രസിലും നമ്മൾ യാത്ര ചെയ്തല്ലോ, അതിനെക്കാട്ടി എത്രയോ മുഷിഞ്ഞൊരു യാത്ര ഉണ്ടായത് ഇതല്ലേ? അതെന്ന് വെച്ചാൽ വേറൊന്നും അല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ തമ്പാക്ക് തുപ്പലോ അല്ലെങ്കിൽ ബാത്റൂമിന്റെ വൃത്തിയൊന്നല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്രക്കാരില്ലേ, ബീഹാർ കയറിയ സമയം മുതലേ വല്ലാത്തൊരു മോശാവസ്ഥയാണ്, പെരുമാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൽ വരികയാണുണ്ടല്ലോ, ഗോരഖ്പൂര് വരെ ഓക്കെയാണ്. ഗോരഖ്പൂരിന് ശേഷം ബീഹാറിൽ കയറിയ മുതൽ വല്ലാത്ത ശോകമാണ്. 3 പകലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ ഈ ചെയിനിൽ കെട്ടിവെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയത്. 2 ബാഗും അങ്ങനെ തന്നെയാണ് കെട്ടിട്ട് ആ ഒരു ഭാഗത്ത് വെച്ച് പോയത്. കാരണം ഒരു ദീർഘമായ യാത്രയാണ്, ബീഹാർ യാത്രയാണ്, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് കെട്ടിയത്. എറണാകുളത്ത് നിന്നും 3432 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബീഹാറിലെ ബറൗണി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 10:50 അവിടുന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ തിങ്കളാഴ്ചയായി 12:02. ബറൗണി ജംഗ്ഷൻ. ഇനി നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. എല്ലാവരും ഈ ഒരു ഭാഗത്തേക്കാണ് നടന്നിട്ട് പോകുന്നത്. 12:07 ഇപ്പോൾ. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഇവിടേക്ക് എന്തൊരു സ്മെല്ലാണെന്നറിയോ? ഇതിനിപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കാൻ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ ആവും. ഇത് ഇന്ന് രാത്രിക്ക് തന്നെ തിരിച്ച് ഇവിടുന്ന് എറണാകുളത്തേക്കുണ്ട്. രാത്രി 10 മണിക്ക് ശേഷമാണ്. ഞങ്ങളിവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇന്ന് താമസിക്കുന്നത് റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമിലാണ്. അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണെന്ന് വെച്ച് ഇതാ ഞങ്ങൾ ഇതുവഴി നടക്കുകയാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്, കുറച്ച് ബിൽഡിങ്. അത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ആരോട് ചോദിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലാണ് റിട്ടയർ റൂമൊക്കെ വരുന്നത്. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തത്. ഇപ്പോൾ നേരെ റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മളെടുത്ത റിട്ടയറിംഗ് റൂം നമ്പർ 2. ഇവിടെ തന്നെ 2 ബെഡ് ഉണ്ട്. പിന്നെ ഇത് നോൺ AC റൂമാണ്. ഇവിടെ ഒരു ഫാൻ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നല്ലൊരു കൂളർ കൂടി ഇവിടെ കാണാം. പിന്നെ ഇവിടെയൊക്കെ നല്ല വിസ്താരമുള്ളൊരു മുറി തന്നെയാണ്. ഒരു ചെയറൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു ചെയറുണ്ട്, പക്ഷെ അതിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, അതൊരു പൊട്ടിയ ചെയറാണ്. പിന്നെ ഈ ഭാഗത്താണ് വാഷ്റൂം ഉള്ളത്. ടോയ്ലറ്റ് ഇന്ത്യൻ ടൈപ്പാണ്. ബാത്റൂം ഇവിടെയാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഞങ്ങളെടുത്ത ഒരു പൈസ ഇല്ലേ, ആ പൈസക്ക് വെറുത്തായൊരു റൂം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 24 മണിക്കൂർ സ്ലോട്ടിലാണ് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തത്. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. പിന്നെ ഞങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് AC തന്നെയാണല്ലോ വന്നത്. അതുകൊണ്ട് ഇവിടെ AC റൂമൊന്നും എടുത്തില്ല, നോൺ AC റൂം തന്നെ എടുത്തു. 24 മണിക്കൂർ സ്ലോട്ടിലാണ് ഈ റൂം ഞങ്ങൾ എടുത്തത്. 150 രൂപയേ ആയുള്ളൂ. അതായത് രാവിലെ 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി എന്നൊരു സ്ലോട്ട്. അതായത് 24 മണിക്കൂറിന്റെ സ്ലോട്ട് എടുത്താലും നമുക്ക് രാത്രിക്ക് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് തന്നെ എടുക്കണം. പറഞ്ഞ പോലെ റെയിൽവേ നിശ്ചയിക്കുന്ന സ്ലോട്ട് ആണല്ലോ. പിന്നെ പ്രൈവറ്റ് റിട്ടയർ റൂം ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ നല്ലൊരു ലുക്ക് ഒക്കെ ഉണ്ടാവും. റെയിൽവേ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ. പിന്നെ ബീഹാറാണല്ലോ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് റിട്ടയർ റൂം ഉണ്ടാകുന്നത്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അങ്ങോട്ട് പോയ സമയത്ത് ജസ്റ്റ് ഒരു RPF പോയി ചോദിച്ചാൽ പോലും ഒരു മാന്യമായ രീതിയിലൊന്നും അല്ല അവര് കൈ മലർത്തുകയാണ്. ഞങ്ങൾ പിന്നെ ആരോട് ചോദിക്കും? ഈ റിട്ടയർ റൂമിന്റെ PDF എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ എന്തോ അറിയാത്ത പോലെ കടക്കാരോട് കൊടുത്ത് ചോദിച്ചെങ്കിൽ ഒരു കാര്യമില്ല. കാരണം അവർക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ടൊന്നും ഇല്ല. ഇപ്പൊ ഇംഗ്ലീഷ് രീതി പറഞ്ഞാൽ തന്നെ ഡോർമെട്രി എന്ന് വെച്ചിട്ട് ഇപ്പം ചോദിച്ചു. അവർക്ക് വേറെന്തോ പറയുന്നത്. എന്ത് ചെയ്യട്ടെ, എന്താ അവസ്ഥ ആയിപ്പോയല്ലേ. പിന്നെ എന്താ പറയാ, ദീർഘമായ യാത്രയായിരുന്നു. 3 ദിവസം ട്രെയിനിൽ തന്നെ ആയിരുന്നു. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആവാം. അയ്യോ, കുളിക്കാതെ ഇറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം 1-ാം മുഷിഞ്ഞുള്ളത്, പിന്നെ ഇവിടെ നല്ല ചൂടും കൂടിയാണ്. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ബീഹാറിലത്തെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ബീഹാറിലെത്തിയിട്ട് ഒരു സ്ലീപ്പർ ക്ലാസ് യാത്ര എല്ലാവർക്കും കാണണ്ടേ. അതിലത്തെ വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റേഴ്സിനോട് ബൈ.